എല്ലാവർക്കും നമസ്കാരം. ആകാശഗംഗയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ 2026 ജൂലൈ മാസത്തെ കർക്കിടകം രാശിക്കാരുടെ സമഗ്രമായ മാസഫലത്തെ പറ്റിയാണ്. ജ്യോതിഷപരമായി വളരെ നിർണായകമായ ഒരു മാസമാണ് കടന്നു വരുന്നത്. ഗ്രഹങ്ങളുടെ സ്ഥാന മാറ്റങ്ങളും അതുപോലെ വക്രസഞ്ചാരവും നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളെയൊക്കെ എങ്ങനെ സ്വാധീനിക്കാൻ പോകുന്നു എന്ന് നാം അറിഞ്ഞിരിക്കേണ്ട ഒരു വസ്തുത തന്നെയാണ്. കർക്കിടകൻ രാശിയിൽ ജനിച്ചവർക്കും, കർക്കിടകൻ രാശി എന്ന് പറയുന്നത് പുണർദത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രക്കാരാണ്. ഈ ജൂലൈ മാസം അവരുടെ തൊഴിലെങ്ങനെ പോകും, സാമ്പത്തികം, അതുപോലെ കുടുംബജീവിതം, പ്രണയം, വിദ്യാഭ്യാസം, ആരോഗ്യം എന്നിവയിൽ എന്തെല്ലാം മാറ്റങ്ങളൊക്കെയാണ് ജൂലൈ മാസം വരുന്നത് എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ വിശദമായി പരിശോധിക്കുന്നത്. ഒപ്പം ഈ മാസത്തെ ദോഷഫലങ്ങളൊക്കെ അകറ്റാനുള്ള ലളിതമായ പരിഹാരങ്ങളും പറയുന്നുണ്ട് വീഡിയോയുടെ അവസാന ഭാഗത്ത്. വീഡിയോ പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക. ആദ്യമായി ജൂലൈ മാസത്തെ ഗ്രഹനില ഒന്ന് പരിശോധിക്കാം. കാരണം ഗ്രഹങ്ങളുടെയൊക്കെ ഒരു ചലനങ്ങളെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും പ്രവചിക്കുന്നത്. സൂര്യൻ ജൂലൈ 16 തീയതി വരെ നിങ്ങളുടെ 12ാം ഭാവമായ മിഥുനത്തിലാണ് നിൽക്കുന്നത്. അതിനുശേഷം 16 തീയതിക്ക് ശേഷം നിങ്ങളുടെ ജന്മരാശിയായ കർക്കിടകത്തിലേക്കും പ്രവേശിക്കുന്നുണ്ട്. ചൊവ്വ 11ാം ഭാവമായ ഇടവത്തിലാണ് നിൽക്കുന്നത്. ബുധൻ ജൂലൈ 7 തീയതി വരെ കർക്കിടകത്തിലായിരുന്നു. ആ ബുധൻ വക്രഗതിയിലായി വീണ്ടും മിഥുനൻ രാശിയിലേക്ക് തന്നെ രാശി മാറുകയാണ്. വ്യാഴം നിങ്ങളുടെ ജന്മരാശിയായ കർക്കിടകത്തിൽ ഉച്ചസ്ഥനായിട്ടാണ് നിൽക്കുന്നത്. ഇത് വളരെ ഒരു അനുകൂലമായ ഒരു ഘടകമാണ്. ശുക്രൻ നിങ്ങളുടെ 2ാം ഭാവമായ ചിങ്ങൻ രാശിയിലാണ് നിൽക്കുന്നത്. 9ാം ഭാവമായ മീനത്തിലാണ് ശനി സഞ്ചരിക്കുന്നത്. രാഹു 8ാം ഭാവമായ കുംഭത്തിലും കേതു 2ാം ഭാവമായ ചിങ്ങത്തിലുമാണ് നിൽക്കുന്നത്. ഈ ഒരു ഗ്രഹസ്ഥിതി അനുസരിച്ചാണ് ഫലങ്ങളെ വിശകലനം ചെയ്യുന്നത്. ആദ്യമായി കർക്കിടകൻ രാശിക്കാരുടെ തൊഴിൽ എങ്ങനെ പോകും എന്ന് നോക്കാം. ജന്മരാശിയിലെ വ്യാഴത്തിൻ്റെ സാന്നിധ്യം നിങ്ങൾക്ക് വലിയൊരു പരിരക്ഷ നൽകുന്നുണ്ട്. എങ്കിലും മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ സൂര്യൻ 12ാം ഭാവത്തിലൊക്കെ നിൽക്കുന്നതിനാൽ ഔദ്യോഗിക രംഗത്തൊക്കെ ചില തടസ്സങ്ങളോ അല്ലെങ്കിൽ കഠിനാധ്വാനത്തിനൊക്കെ അനുസരിച്ചുള്ള ഒരു അംഗീകാരം ലഭിക്കായികയോ ഒക്കെ അനുഭവപ്പെടാനും സാധ്യതയുണ്ട്. സർക്കാർ ജീവനക്കാർക്ക് വലിയ ഉത്തരവാദിത്തങ്ങളൊക്കെ വഹിക്കുന്നവർക്കും ജൂലൈ 16 ശേഷം സൂര്യൻ ജന്മരാശിയിലേക്കൊക്കെ എത്തുന്നതോടെ അനുകൂലമായ മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. ഏറെ നാളായിട്ടൊക്കെ കാത്തിരുന്ന സ്ഥലം മാറ്റത്തിനോ അല്ലെങ്കിൽ ജോലിയിൽ എന്തെങ്കിലും പ്രമോഷനോ അതിനൊക്കെയുള്ള സാധ്യതകൾ ഈ സമയത്ത് തെളിഞ്ഞു വരുന്നതുമാണ്. ഇനി ബിസിനസ് ചെയ്യുന്നവരുടെ കാര്യം നോക്കിയാൽ 11ാം ഭാവത്തിൽ ചൊവ്വയുടെ സ്ഥാനം പുതിയ ഓർഡറുകളൊക്കെ ലഭിക്കുന്നതിനും ബിസിനസ്സൊക്കെ വിപുലീകരിക്കുന്നതിനും സഹായിക്കുന്നതാണ്. പങ്കാളിത്ത കച്ചവടത്തിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർ ജൂലൈ 7 ശേഷം ബുധൻ വക്രഗതിയിലൊക്കെ ആകുന്നത് കാരണം ആശയവിനിമയങ്ങളിലൊക്കെ അതീവ ശ്രദ്ധയൊക്കെ പുലർത്തണം. എന്തെങ്കിലും കരാറുകളോ ഒക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒപ്പുകളൊക്കെ വെക്കുമ്പോൾ ആ കാര്യത്തിലൊരു വ്യക്തത ഉറപ്പുവരുത്തേണ്ടതാണ്. വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് മാസാവസാനത്തോടെ അനുകൂലമായ മറുപടികളും ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇനി സാമ്പത്തികം എങ്ങനെ ഉണ്ടാകുമെന്ന് നോക്കാം. കർക്കിടകൻ രാശിക്കാർക്ക് ഈ മാസം സാമ്പത്തികമായി സമ്മിശ്രമായ ഫലങ്ങളാണ് ദൃശ്യമാകുന്നത്. 2ാം ഭാവത്തിൽ ധനകാരകനായ ശുക്രൻ നിൽക്കുന്നത് ധനവരവൊക്കെ വർദ്ധിപ്പിക്കുന്നതാണ്. പല വഴികളിലൂടെയും കൈകളിലൊക്കെ പണമൊക്കെ വന്നു ചേരാം. അതുപോലെ മുൻകാല നിക്ഷേപങ്ങളിൽ നിന്നുമൊക്കെ ലാഭവും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇതേ 2ാം ഭാവത്തിൽ കേതുവിൻ്റെ സാന്നിധ്യം ഉള്ളതിനാലും 8ലൊക്കെ രാഹു നിൽക്കുന്നതിനാലും അപ്രതീക്ഷിതമായ ചില ചെലവുകളും നിങ്ങളെ തേടിയെത്താം. പ്രത്യേകിച്ച് കുടുംബാംഗങ്ങളുടെ ആരോഗ്യകാര്യങ്ങൾക്കായിട്ട് പണം ചിലവഴിക്കേണ്ടി വരുന്ന ഒരവസ്ഥ. ജൂലൈ 7 ശേഷം ബുധൻ വക്രഗതിയിലൊക്കെ ആകുന്നതോടെ ആർക്കെങ്കിലുമൊക്കെ വലിയ തുകകളൊക്കെ കടം കൊടുക്കുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിനൊക്കെ ജാമ്യം നിൽക്കുന്നതോ ഒക്കെ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ്. ചിട്ടയായ ഒരു ബഡ്ജറ്റിലൂടെ അതുപോലെ ആസൂത്രണത്തിലൂടെയും ഒക്കെ മാത്രമേ ഈ ജൂലൈ മാസം നിങ്ങൾക്ക് നിങ്ങളുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ കഴിയുകയുള്ളൂ. ഇനി കുടുംബജീവിതത്തിലേക്ക് കടന്നാൽ ജന്മത്തിലെ വ്യാഴം നിങ്ങൾക്ക് മാനസികമായ ധൈര്യവും കുടുംബത്തിലെ പൊതുവെ സമാധാനവും ഒക്കെ നൽകുന്നതാണ്. എങ്കിലും 2ാം ഭാവത്തിൽ കേതുവും ശുക്രനും തമ്മിലുള്ള ഒരു യോഗം ചില സമയങ്ങളിൽ സംസാരത്തിലൊക്കെ അല്പം കടുപ്പമൊക്കെ കൂടാനും കാരണമായേക്കാം. നിങ്ങളുടെ വാക്കുകൾ പങ്കാളിയെയോ അല്ലെങ്കിൽ മറ്റു കുടുംബാംഗങ്ങളെയോ ഒക്കെ വേദനിപ്പിക്കാതെയും സൂക്ഷിക്കേണ്ടതാണ്. മാസത്തിൻ്റെ 2ാം പകുതിയിൽ സൂര്യൻ ജന്മരാശിയിലൊക്കെ എത്തുമ്പോൾ നേരിയ തോതിൽ ഈഗോ പ്രശ്നങ്ങളൊക്കെ തലപൊക്കാനും സാധ്യതയുണ്ട്. വിട്ടുവീഴ്ച മനോഭാവമൊക്കെ സ്വീകരിക്കുന്നത് കുടുംബത്തിൽ സന്തോഷമൊക്കെ നിലനിർത്താൻ സഹായിക്കുന്നതാണ്. മക്കളുടെയൊക്കെ കാര്യത്തിൽ അനുകൂലമായ തീരുമാനങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്.
ദൂരദേശത്തൊക്കെ താമസിക്കുന്ന ബന്ധുക്കൾ അതുപോലെ വീട്ടിൽ അപ്രതീക്ഷിതമായിട്ടൊക്കെ വരാനും സാധ്യതയുണ്ട്. ഇനി പ്രണയിക്കുന്നവരുടെ കാര്യം നോക്കിയാൽ ഈ മാസം കമിതാക്കൾ തമ്മിൽ ചില തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ബുധൻ്റെയൊക്കെ ഒരു വക്രഗതി കാരണം അനാവശ്യമായ എന്തെങ്കിലും തർക്കങ്ങളൊക്കെ ഉണ്ടായേക്കാം. എന്താണെങ്കിലും പങ്കാളിയെ ഒരു വിശ്വാസത്തിലെടുക്കുക. മൂന്നാമതൊരു വ്യക്തിയുടെയൊക്കെ വാക്കുകൾ കേട്ട് തീരുമാനങ്ങളൊന്നും എടുക്കാതിരിക്കുക. വിവാഹ കാര്യങ്ങളൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ മാസത്തിൻ്റെ ആദ്യ പകുതി കൂടുതൽ അനുകൂലമായിരിക്കും. വ്യാഴത്തിൻ്റെ അനുഗ്രഹമൊക്കെ ഉള്ളതിനാൽ തടസ്സങ്ങളൊക്കെ മാറി നിൽക്കുന്നതാണ്. ദാമ്പത്യ ജീവിതത്തിലൊക്കെ ചെറിയ പിണക്കങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും പരസ്പരമുള്ള സ്നേഹത്തിനൊന്നും ഒരു കുറവും ഉണ്ടാകില്ല. പങ്കാളിയുടെയൊക്കെ ആരോഗ്യകാര്യത്തിൽ അല്പം ശ്രദ്ധയും ആവശ്യമാണ്. ഇനി വിദ്യാർത്ഥികളുടെ കാര്യം നോക്കാം. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ ജൂലൈ മാസം കഠിനാധ്വാനമൊക്കെ ആവശ്യമുള്ള ഒന്നാണ്. ബുധൻ വക്രഗതിയിലൊക്കെ സഞ്ചരിക്കുന്നത് പഠനത്തിലെ ശ്രദ്ധക്കുറവിനും അതുപോലെ മടിക്കുമൊക്കെ കാരണമായേക്കാം. പഠിച്ച കാര്യങ്ങളൊക്കെ മറന്നു പോകുന്നതായിട്ടും തോന്നാം. അതിനാൽ കൃത്യമായിട്ട് ഉള്ള ഒരു ടൈം ടേബിളൊക്കെ ഉണ്ടാക്കി പഠിക്കാൻ ശ്രദ്ധിക്കുക. എങ്കിലും വ്യാഴത്തിൻ്റെ ഒരു ശുഭദൃഷ്ടിയൊക്കെ ഉള്ളതിനാൽ ഉയർന്ന പഠനത്തിനൊക്കെ തയ്യാറെടുക്കുന്നവർക്കും മത്സര പരീക്ഷകളൊക്കെ എഴുതുന്നവർക്കും മികച്ച ഒരു ഫലം തന്നെ ലഭിക്കുന്നതാണ്. സാങ്കേതിക മേഖലയിലും ഗവേഷണ രംഗത്തുമൊക്കെ ഉള്ളവർക്ക് പുതിയ അവസരങ്ങളൊക്കെ കണ്ടെത്താനും സാധിക്കുന്നതാണ്. അധ്യാപകരുടെയും മുതിർന്നവരുടെയും ഒക്കെ ഉപദേശങ്ങളൊക്കെ സ്വീകരിക്കുന്നത് വഴി നിങ്ങളുടെ വഴിവിട്ട ചിന്തകളെയൊക്കെ സംരക്ഷിക്കുന്നതുമാണ്. ഇനി ആരോഗ്യകാര്യം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ആരോഗ്യകാര്യത്തിൽ കർക്കിടകൻ രാശിക്കാർ ഈ മാസം അല്പം ജാഗ്രതയൊക്കെ പുലർത്തേണ്ടതുണ്ട്. സൂര്യൻ മാസത്തിൻ്റെ പകുതി വരെ 12-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. അതുപോലെ രാഹു 8-ാം ഭാവത്തിലൊക്കെ നിൽക്കുന്നതിനാലും ശരീരത്തിന് നേരിയ അസ്വസ്ഥതകളോ അല്ലെങ്കിൽ വയറ് സംബന്ധമായ എന്തെങ്കിലുമൊക്കെ രോഗങ്ങളൊക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട്. കൂടാതെ അമിതമായ മാനസിക സമ്മർദ്ദം ഉറക്കക്കുറവിനൊക്കെയും കാരണമായേക്കാം. കൃത്യമായ ഭക്ഷണ രീതിയും വ്യായാമവും ഒക്കെ ശീലമാക്കുക. യാത്രകളിലൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. വാഹനമൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ വാഹനത്തിൻ്റെ വേഗതയൊക്കെ കുറച്ച് പോകേണ്ടതാണ്. ജൂലൈ 16-നൊക്കെ ശേഷം സൂര്യൻ ജന്മരാശിയിലൊക്കെ എത്തുമ്പോൾ ആരോഗ്യസ്ഥിതിയിൽ പ്രകടമായ ഒരു പുരോഗതിയൊക്കെ ഉണ്ടാകുന്നതാണ്. എങ്കിലും ആരോഗ്യകാര്യങ്ങളിലൊക്കെ സ്വയം ചികിത്സയൊക്കെ ഒഴിവാക്കി ഡോക്ടറുടെ നിർദ്ദേശം തേടാനും മടിക്കരുത്. ഇനി ഈ ജൂലൈ മാസത്തെ ഗ്രഹദോഷങ്ങളൊക്കെ അകറ്റി ഐശ്വര്യവും വിജയവും ഒക്കെ കൈവരിക്കാൻ കർക്കിടകൻ രാശിക്കാർ ചെയ്യേണ്ട ചില ലളിതമായ പരിഹാരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കർക്കിടകൻ രാശിയുടെ അധിപൻ ചന്ദ്രനാണ്. അതിനാൽ തിങ്കളാഴ്ചകളിൽ ശിവക്ഷേത്ര ദർശനമൊക്കെ നടത്തി ധാരയോ പിൻവിളക്കോ ഒക്കെ വഴിപാട് കഴിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. അതുപോലെ ബുധൻ്റെ വക്രദോഷവും രാഹു കേതു ദോഷവും ഒക്കെ മാറാൻ ദിവസവും വിഷ്ണു സഹസ്രനാമം ജപിക്കുകയോ അല്ലെങ്കിൽ വിഷ്ണു സഹസ്രനാമം കേൾക്കുകയോ ഒക്കെ ചെയ്യുന്നത് നിങ്ങളിലൊരു പോസിറ്റീവ് എനർജി ഉണ്ടാക്കാൻ സഹായിക്കുന്നതാണ്. അതുപോലെ മാസത്തിൻ്റെ 2-ാം പകുതിയിൽ ആരോഗ്യമൊക്കെ മെച്ചപ്പെടാൻ ദിവസവും രാവിലെ സൂര്യഗായത്രി മന്ത്രം ജപിക്കുന്നതും നല്ലതാണ്. ബുധനാഴ്ചകളിലോ ശനിയാഴ്ചകളിലോ സാധുക്കൾക്ക് അന്നദാനമോ വസ്ത്രമോ ഒക്കെ ദാനം ചെയ്യുന്നത് ഗ്രഹപ്പിഴകളുടെ കാഠിന്യമൊക്കെ കുറയ്ക്കുന്നതാണ്. കർക്കിടകൻ രാശിക്കാർക്ക് ജൂലൈ മാസം എല്ലാവിധ നന്മകളും ഐശ്വര്യങ്ങളും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ജാതകത്തിലെ ദശാകാലങ്ങൾക്കൊക്കെ അനുസരിച്ച് ഈ പൊതുഫലങ്ങളിലൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാകാം എന്ന കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഒക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.